ഉറങ്ങിയണിച്ചാ ഇന്ന് ശാന്ത രൂപത്തിലാണ് സ്വത്ത് ഉറങ്ങിയണിച്ചിരിക്കുന്നത്. ബ്രഷും ടാങ്ക് ക്ലീനറും പിടിച്ചോളൂ. ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ സ്വത്ത് തനിയെ പല്ല് തേക്കാണ്. തേച്ചോളൂ. ആശാനത പല്ല് തേക്കാൻ പച്ചവെള്ളം, ചുടുവെള്ളം വായി കൊപ്പിളിക്കാൻ മുഴുങ്ങി. ലൈറ്റ് ചുമയുള്ളതുകൊണ്ട് കുരുമുളക് പൊടിയിട്ടിട്ടാണ് ആശാൻ്റെ പാല്. ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് നട്ട്സ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ആശാൻ പല്ല് തേച്ചിട്ട് വന്ന ഉടനെ ഡോറ. ഇപ്പോൾ കുറച്ചായിട്ട് ഡോറൻ്റെ മേലെ ഇഷ്ടം കൂടിയിട്ടുണ്ട്. എങ്ങനത്തെ ദോശ വേണം? മുരുമുരു എന്നാ? എന്തൊക്കെ ഇടണം ദോശയില്? നെയ്യ് ഇടണം. പിന്നെ പഞ്ചസാര ഇടണ ദോശയില്? പിന്നെ എരിവായ പഞ്ചസാര ഇടണ? അങ്ങനെ സ്വത്ത് ചോദിച്ച മുരുമുരു ദോശ. ഹോട്ടലിൽ പോയി കഴിച്ചപ്പോൾ തുടങ്ങി അതിന് ദോശ മുരുമുരു ഭയങ്കര ഇഷ്ടമായി. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ചിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ആടകളൊക്കെ ചേർത്ത് വെച്ച് ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് ഹോം പ്രോഡക്റ്റുകൾ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവൻ 7, 8, 9 മാസം മുതൽ ഫുഡിൽ സ്കൂളിലൊക്കെ നമ്മൾ ഹോം പ്രോഡക്റ്റ് ഉണ്ടാക്കിയ നെയ്യാണ് കൊടുക്കുന്നത്. അങ്ങനെ അവൻ്റെ മുരുമുരു ദോശ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. മിൻറ്റ് കറി, പുതിന ചമ്മന്തി, മുളക് ചമ്മന്തിയും. അവൻ അപ്പോഴേ 1/2 ഗ്ലാസ് പാലേ കുടിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി 1/2 ഗ്ലാസ് ദോശയിൽ മിക്സാക്കി കൊടുക്കുക. സ്വത്തുവിനെ അച്ഛനെ റെഡിയാക്കി വിട്ട് അയച്ചു വിട്ടിട്ടുണ്ട് ഫുഡൊക്കെ ആക്കിയിട്ട്. ആശാൻ ഇതൊക്കെ കഴിച്ചിട്ട് കമൻറ്റൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇനി അടുത്തത് രാജപുത്രൻ, രാജാവിൻ്റെ പുത്രനാണത്. രാജാവിൻ്റെ പുത്രൻ ഇനി അടുത്തത് കഴിക്കാൻ വെക്കണം. സമയം 9:30. ഞാൻ അമ്മയും കഴിക്കണം. ആരാണ് നീ? രാജാവിന്റെ പുത്രനല്ലേ? രാജാവിന് ഇപ്പോൾ 7:30 അയച്ചു വിട്ടേ ഉള്ളൂ. രാജാവിന്റെ പുത്രൻ ആരാണ്? സ്വത്തു. സ്വത്തുവിന്റെ പേരെന്താണ്? റയാൻ ഒരു പാട്ട് പാടുവോ? ഇനി വയറ്റിലേക്ക് ഭക്ഷണം പോയാലേ ബൂസ്റ്റ് ആകാറുള്ളൂ ഞങ്ങൾ, അല്ലേ? വെയിൽ വന്നാൽ എന്താകും? ചൂട് ഉള്ളിപ്പൂവിന്റെ. നമ്മൾ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ കറുക്കറുന്നാകും. പിന്നെ വെയിലത്ത് പോയാൽ എന്താകും? ശരി, നാളെ പോകാൻ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഓക്കെ ഉണ്ടാ? കുരുന്നേരിനെ സൂക്ഷിച്ചു വേണം ഇരിക്കാൻ. ഇപ്പൊ ചാനൽ മാറ്റിയാലുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്ക്. ഡോറ എത്ര പ്രാവശ്യം കാണും സ്വത്തു? ഇപ്പൊ ഡോറ വേണ്ട. ഡോറ കട്ടായി. ഡോറ വരില്ല. അച്ഛൻ ചാനൽ കട്ടാക്കി വിട്ടു. സ്വത്ത് ഒപ്പം നോക്കിയാൽ ഡോറ കാണുന്നു പറഞ്ഞിട്ട് ചാനൽ വേണ്ട വെച്ചു. സ്വത്തു ഡോറ ഇനി കാണുകയേ വേണ്ട. ഇനി ഡോറ വേണ്ട. ഇതെവിടേക്കാ കയറി വരുന്നത്? ഡോറ പോയി. ഇനി ഡോറ സ്വത്തു കാണണ്ട പറഞ്ഞില്ലേ? ഡോറ കാണാൻ വേണ്ടി കൊല്ലിയേ? ഡോറ കട്ടാക്കി അച്ഛൻ. സ്വത്തുവിന്റെ അച്ഛാ സാലറി കിട്ടിയിട്ട് റീചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോറ മാത്രം കട്ടായിപ്പോയി. ഡോറയെ ഇനി കാണാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഞാൻ മാറ്റിയതല്ല കുട്ടി. ഡോറ മാറ്റിയിട്ടില്ലാന്ന്. നേരെ ഇരിക്കും കുട്ടി. എവിടെ ഇരിക്കണം നീ? ഡോറയെ പോയി. സ്വത്തുവിനെ അച്ഛൻ വിളിച്ച് പറയട്ടെ. ഡോറൊക്കെ പോയേ നീ ഡോറ വെച്ചേ കൊടുക്കണ്ട സ്വത്തുവിനൊന്ന്. 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഏത് ചാനൽ നമ്പർ എന്ന് എനിക്കറിയില്ല. ടിവിയില് ആരിനെ
ഡോറ വെച്ചിരുന്നെങ്കിൽ ആരും കൊല്ലുവോ? അപ്പൊ സ്വത്തിന് അമ്മ ഇല്ലാണ്ടാകില്ലേ? എന്ത് ചെയ്യും? അമ്മ ഇല്ലെങ്കിൽ സ്വത്ത് എന്ത് ചെയ്യും? ആരും അമ്മ തരും? അച്ഛൻ ഉണ്ടാവും ജോലിക്ക് പോകും. അച്ഛൻ സൺഡേ ഒരു ദിവസം നിന്നെ നോക്കുമ്പോ അച്ഛന് നീ കൂടി ഒരേ അടി കടിയായിരിക്കും. പിന്നെ ആരാ സ്വത്തിന് ക്ഷമയായി നോക്കുക? അച്ഛൻ കുറച്ചു നേരം ക്ഷമയായി നോക്കും. ഒരു ദിവസം നോക്കാൻ അച്ഛന് പറ്റില്ല കുട്ടിയെ. ശരി, എന്നാ സ്വത്ത് പെടുത്തലും നിന്നു. ഞാന് അമ്മൂമ്മന്റെ വീട്ടിൽ പോട്ടെ. അമ്മൂമ്മന്റെ വീട്ടില് ഓട്ടോ മാമിന് വരാൻ പറയാ. എന്നിട്ട് പോട്ടെ. സ്വത്ത് ഇവിടെ നിൽക്കില്ലേ? സ്വത്ത് അമ്മനെ കൊല്ലും പറഞ്ഞ അമ്മ പോട്ടെ. സ്വത്ത് വല്ല അമ്മനെ കൊല്ലും പറയുന്നേ. അപ്പൊ അമ്മ പോട്ടെ. പോയിട്ട് അമ്മ പോയി അമ്മൂമ്മന്റെ അവിടെ പോട്ടെ. സുന്ദരി അമ്മൂമ്മന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം ഇരുന്നിട്ട് വരട്ടെ. സ്വത്ത് ഇവിടെ ഒറ്റക്കേ ഇരുന്നോ? സ്വത്തിന് ആരും അമ്മ തരും പറ? ആര് സ്വത്തിന് കുളിപ്പിക്കണേ? അമ്മ പോയ പിന്നെ എന്ത് ചെയ്യും? സ്വത്തിന് വേണ്ടി ഇതൊക്കെ ആരും ഉണ്ടാക്കി തരുന്നേ? പിന്നെ അമ്മനെ കൊന്ന സ്വത്ത് അങ്ങനെ കഴിക്കും? തനിയെ കഴിക്കുവോ? അമ്മ തനിയെ കഴിക്കുവോ? അമ്മ തനിയെ കഴിക്കുവോ? കയ്യിലൊക്കെ ആയോ? കൈ കഴുകുക. അംഗൻവാടിയിൽ പോകാറായി സ്വത്തു. അംഗൻവാടി പോയ ടീച്ചറും അമ്മ തനിയായി തന്നെ കഴിക്കാൻ പറയും. നീ നല്ല സ്നാക്സ് ഒക്കെ അങ്ങനെ നീ തനിച്ചായി കഴിക്കണേ. പിന്നെന്താ അമ്മ കഴിച്ചാ? സ്വത്തുവിനോടാ ചോദിക്കണേ. അംഗൻവാടി കൊണ്ടേ വിടട്ടെ? അംഗൻവാടി പോയി കഞ്ഞിയും പയറും തപ്പ ചിക്കനൊക്കെ ഇടണ്ടാവേ. ചിക്കൻ ബിരിയാണിയൊക്കെ ഇടാൻ തുടങ്ങിയെന്ന്. ബിരിയാണി കഴിക്കാൻ പോണാ? അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഇഷ്ടമാണോ? അച്ഛൻ ഉണ്ടാക്കിയ ബിരിയാണി ഇഷ്ടമാണോ? കടയിൽ വാങ്ങുന്ന ബിരിയാണി ഇഷ്ടമാണോ? ഏത് ബിരിയാണി ഇഷ്ടമാണ് പറ? തള്ളുവണ്ടി കറക്റ്റായി പറ. തള്ളുവണ്ടി. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടാക്കിയ ബിരിയാണി, അമ്മ മാത്രം ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി. ഇവനെ ആളിനനുസരിച്ച് പെരുമാറാൻ ഭയങ്കര വിവരം. ഇടനേരത്ത് കഴിക്കാൻ മകന് നാടൻ മുട്ട വാങ്ങിച്ചു വെച്ചിരിക്കുക അച്ഛൻ. മകന് വേണ്ടി എന്തും ചോദിച്ചാലും വാങ്ങിച്ചു തരും. സമയം 10 മണിയായി. രാവിലെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണത്. ഇതാണ് ഞാൻ കഴിക്കുക. ഇത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിന് താങ്ക് യു ദൈവങ്ങളെ, താങ്ക് യു. 7 മണിക്ക് ഉണ്ടാക്കിയ ദോശയും ഉണക്ക ദോശയും ചമ്മന്തിയും അങ്ങനെയുണ്ട്. എൻ്റെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് എനിക്ക്. ബാത്റൂമിൽ അപ്പിയിടാൻ പോയ കുട്ടിയാണത്. വെള്ളം കംപ്ലീറ്റ് തീർത്തിട്ട് ഒരേ കളി. ഇത് എല്ലാവിടെയും വെള്ളം പിടിച്ച് വെക്കണം നമ്മൾ. ഇല്ലെങ്കിൽ എൻ്റെ മദറിൻലോ ഈശ്വര, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ വെള്ളമില്ല.